കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തർക്കം പൊട്ടിത്തെറിയിലേക്ക് DCC നേതൃത്വത്തെ പഴിച്ച് ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തിയിട്ടുണ്ട്. KPCC മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, കൗൺസിലർമാർക്ക് സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിച്ചില്ല. കോൺഗ്രസിൽ നിന്ന് ഇതുവരെ മറ്റ് വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്ന് ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചു. ഓരോ ബാർഗെയിനിങ്ങിനും ഞാൻ പാർട്ടിയോട് മുമ്പിൽ പോവില്ല. ഒരാളുടെ മുമ്പിലും എനിക്കിതിന് പകരം മറ്റെന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ടുമില്ല. അതൊക്കെ തീരുമാനിക്കേണ്ടത് KPCC നേതൃത്വമാണ്, ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. എന്തെങ്കിലും വീഴ്ചകൾ എവിടെയെങ്കിലും സംഭവിച്ചു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യേണ്ടത് എന്നും അത് ചെയ്ത അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. എനിക്ക് മറ്റൊരു കാര്യത്തിലും പരാതിയില്ല. എനിക്കിത് വലിയ നിഷേധിച്ചു എന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ മറ്റു രണ്ടുപേരെ വച്ചതിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. ഞാൻ അവരോടൊപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ KPCC നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് നടത്താതെ എനിക്ക് പാർലമെന്ററി പാർട്ടിയിൽ അംഗങ്ങൾ കുറവാണ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനോട് മാത്രം എനിക്ക് എതിർപ്പുണ്ട്. എന്നോട് നേതൃത്വം കൊടുക്കാൻ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറിയാണ്, ഞാൻ നേതൃത്വം കൊടുത്തു. മേയർ ആകണോ ആകണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു പ്രോസസ്സ് നടക്കേണ്ട രീതി ഉണ്ടായിരുന്നു. ആ രീതി നടന്നതിൽ KPCC സർക്കുലറിൽ പറഞ്ഞതിൽ നിന്ന് ചില വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ അതിനപ്പുറമായി ഇതിനകത്ത് യാതൊന്നും പറയാനില്ല. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, എന്തായാലും വല്ലാത്ത ഒരു അതൃപ്തി ദീപ്തി മേരി വർഗീസിനുണ്ട്. അത് വളരെ പരസ്യമായി തന്നെ അവർ പറയുന്നുമുണ്ട്. ഒപ്പം തന്നെ ഈ KPCC ഉണ്ടാക്കിയെടുത്ത ചില മാനദണ്ഡങ്ങൾ അതെല്ലാം തന്നെ പൂർണ്ണമായും ലംഘിക്കപ്പെട്ട് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കൗൺസിലർമാരുടെ അധികാരത്തെ പോലും ഹനിച്ചു. അങ്ങനെ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് അവർ പറയുന്നത്. എന്തായാലും സംഗതി അത്ര പന്തിയല്ല അല്ലെ? രാഖി, കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് ശക്തമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇരയാണ് ദീപ്തി മേരി വർഗീസ് എന്ന് നമുക്ക് പറയാം. കാരണം അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവരുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ശക്തമായി തന്നെ അവർ ഇതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ദീപ്തിക്ക് പിന്തുണയില്ല എന്ന് പറയുമ്പോൾ പോലും അവർ അതിനെ നിരസിക്കുകയാണ്. കാരണം രഹസ്യ ബാലറ്റ് വഴി അല്ലെങ്കിൽ സുതാര്യമായി ഒരു വോട്ടെടുപ്പ് അല്ലെങ്കിൽ അഭിപ്രായ ശേഖരണം നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ദീപ്തി മേരി വർഗീസിന്റെ പേര് തന്നെ മുന്നിൽ വന്നേനെന്നാണ് ദീപ്തി പറയുന്നത്. എന്തായാലും ആ വോട്ടെടുപ്പ് സംബന്ധിച്ച് തനിക്ക് പരാതിയുണ്ട്. സുതാര്യതയില്ലാത്ത രീതിയിലാണ് മേയറെ തീരുമാനിച്ചത് എന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. എന്തായാലും ദീപ്തിക്ക് എതിർപ്പുണ്ട്, അതൃപ്തിയുണ്ട്. അതവർ പരസ്യമായി തന്നെ പ്രകടമാക്കുന്നുണ്ട്. നേതൃത്വത്തെ അടച്ചാക്ഷേപിക്കുന്നില്ല എങ്കിൽ പോലും തനിക്ക് DCCയുടെ തെരഞ്ഞെടുപ്പിൽ DCC നേതൃത്വം മേയറെ തെരഞ്ഞെടുത്തതിൽ പിഴവ് സംഭവിച്ചുവെന്ന് ദീപ്തി മേരി വർഗീസ് പറയുന്നുണ്ട്. ദീപ്തി മേരി വർഗീസ് DCC നേതൃത്വത്തെ പഴിചാരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു വിഭാഗം നേതാക്കൾ തനിക്കെതിരാണ് എന്നവർ പറയുന്നുണ്ട്. VD സതീശൻ അടക്കമുള്ള ആളുകളാണ്. VD സതീശനാണ് പ്രധാനമായും ഇത്തരത്തിൽ എറണാകുളത്ത് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത്. തന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു, താനത് ഭംഗിയായി ചെയ്തു. പക്ഷേ ഈ മേയർ സ്ഥാനം സംബന്ധിച്ച് ചർച്ചകളൊന്നും നടന്നില്ല എന്ന് ദീപ്തി മേരി വർഗീസ് പറയുമ്പോൾ പോലും നമുക്കറിയാം ഈ മേയർ സ്ഥാനത്തേക്ക് 3 പേരുകൾ ഉയർന്നു വന്നു എങ്കിൽ പോലും അതിൽ പ്രധാനമായി ആദ്യം ഉയർന്നു കേട്ടത് ദീപ്തി മേരി വർഗീസിന്റെ പേര് തന്നെയായിരുന്നു. ഈ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളായ അജയ് തറയിലും ഒപ്പം തന്നെ മാത്യു കുഴൽനാടനും ഒക്കെ തന്നെ ദീപ്തി മേരി വർഗീസിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചില ആളുകളാണ് ദീപ്തിയെ വെട്ടിനിർത്തിയതിന് പിന്നിൽ. ദീപ്തിയെ വഞ്ചിച്ചത് കോൺഗ്രസ് അല്ല, മറിച്ച് ചില കോൺഗ്രസ് നേതാക്കളാണ് എന്നാണ് അല്പസമയം മുമ്പ് അജയ് തറയിൽ പറയുന്നത്. എന്തായാലും ദീപ്തിക്കെതിരെ ഒരു അജണ്ട ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അതിനു പിന്നിൽ ചില നേതാക്കളുണ്ട് എന്ന് അജയ് തറയിലും പറയുന്നുണ്ട്. എന്തായാലും DCC നേതൃത്വം ഏകാധിപത്യപരമായി എടുത്തൊരു തീരുമാനമാണ്. ഈ അജയ് തറയിലും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ പങ്കെടുത്ത ഒരു പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം കോർ കമ്മിറ്റി ചേരുമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ കോർ കമ്മിറ്റി അവിടെ നടന്നില്ല. കോർ കമ്മിറ്റി നടക്കുന്നതിന് മുൻപ് തന്നെ ചില ആളുകളുടെ പേരുകൾ മേയർ സ്ഥാനത്തേക്ക് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് അജയ് തറയിൽ പറയുന്നത്. എന്തായാലും ദീപ്തി അനുകൂലികൾ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഇത്തരത്തിൽ ഏകാധിപത്യപരമായ DCC നേതൃത്വത്തിന്റെ ഒരു നിലപാടിനെതിരെ KPCCക്കും AICCക്കും ഒക്കെ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ദീപ്തിയെ അനുകൂലിക്കുന്ന വിഭാഗം. എന്തായാലും കോൺഗ്രസിൽ അതും കൊച്ചിയിൽ ഗ്രൂപ്പിന്റെ അതിപ്രസരമുണ്ടെന്നാണ് നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ദീപ്തി മേരി വർഗീസിനെ വെട്ടിക്കൊണ്ട് മറ്റു 2 പേരുകൾ ഏത് രീതിയിൽ കടന്നു കയറി. ഇത്തരത്തിൽ ദീപ്തി തന്നെ പറയുന്നത് ഈ കണക്കുകളൊക്കെ ചില നേതാക്കൾ പറയുന്നുണ്ട്. ഗ്രൂപ്പുകൾ തമ്മിൽ ധാരണയിലെത്തി അവർ കൗൺസിലർമാരോട് അഭിപ്രായം ചോദിച്ചു, ദീപ്തിയുടെ പേരാരും പറഞ്ഞില്ല, ആ രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ദീപ്തി പറയുന്നത്
സുതാര്യമായി കൗൺസിലർമാർക്ക് അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു വേദി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ഇത്തരത്തിൽ സംഭവിക്കില്ലായിരുന്നു എന്നവർ പറയുന്നുണ്ട്. അവർക്ക് അതിൽ കടുത്ത പ്രതിഷേധമുണ്ട്. ഇത്തരത്തിൽ മേയർ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന രീതിയിലൊക്കെ ഉയർത്തിക്കൊണ്ടു വന്നിട്ട് കോൺഗ്രസിനുള്ളിലെ ഈ ഗ്രൂപ്പ് തർക്കങ്ങളും ഗ്രൂപ്പുകളുടെ അതിപ്രസരവും ഗ്രൂപ്പ് നേതാക്കളുടെ സമ്മർദ്ദവും വളരെ പരസ്യമായി തന്നെ അറിയിക്കുകയാണ് ദീപ്തി മേരി വർഗീസ് എന്നുള്ളതാണ്. KPCC മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. ഒപ്പം തന്നെ ഈ കൗൺസിലർമാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി രേഖപ്പെടുത്താനുള്ള ഒരു അവസരം കൂടി ഇവർ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. എന്തായാലും ദീപ്തി മേരി വർഗീസിന്റെ ആ ഒരു പരസ്യ പ്രതികരണം മറ്റൊരു തലത്തിലേക്ക് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് മുൻപും പിൻപും ഇത്തരം പോരുകൾ പുതിയ കാര്യവും ഉള്ളതല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ പല രീതിയിൽ ഇതിനെയൊക്കെ ന്യായീകരിച്ച് നിൽക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.